ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എസ് ഡി ഓഡിയോയുടെ ഒരു ബോർഡാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ടൊരു എസ് ഡി ഓഡിയോയുടെ 2 ബോർഡ് ആവശ്യമായിട്ടുണ്ടായിരുന്നു. ഒരു സബ് വൂഫർ ആമ്പിൻ്റെ വർക്കുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സിയാദട്ടൻ ഈ ഒരു ബോർഡ് ഈ ഒരു മഞ്ചിൻ്റെ കവറിലാണ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചായിരുന്നു, ഇത് എവിടെ നിന്നാണ് ഇത്രയും മഞ്ച് മിഠായിയാണോ നീ കൊണ്ടുവന്നതെന്ന്. ഇത്രയും മിഠായി എന്നൊരു കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം ഇത് മഞ്ച് മിഠായി ഒന്നല്ല ഗെയ്സ്, ഇത് നമ്മുടെ എസ് ഡി ഓഡിയോ ടെക്കിൻ്റെ ബോർഡാണ്. അപ്പോൾ ഇതാണ് എസ് ഡി ഓഡിയോ ടെക്കിൻ്റെ ബോർഡ്. ഇതിനകത്ത് പുറത്തോട്ടെടുക്കാം ബോർഡൊന്ന്, പിന്നെ ഇതിൻ്റെ സ്ക്രൂ ആണത് ഹീറ്റ് സിങ്ക് മുറുക്കാനുള്ള. അടുത്ത ബോർഡ് 2. അപ്പോൾ നമ്മൾ 2 ബോർഡ് എടുത്തേക്കാണ്. ശരി, ഇതിനെ അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഹീറ്റ് സിങ്ക് പുറത്തോട്ട് എടുത്തതിന് ശേഷം ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ SD500 എന്ന് പറയുന്ന ഒരു ആംപ്ലിഫയർ. ഈ ഒരു ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പെയറാണ് വരുന്നത്. അതായത് ടോട്ടലി 8 ട്രാൻസിസ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് സ്പെഷ്യലി സബ് വൂഫറിന് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. കാര്യം 500 വാട്ട് ഒരു ബോർഡിൽ ഏകദേശം നമുക്ക് 500 വാട്ട് വരെ നമുക്ക് എടുക്കാൻ പറ്റും എന്നാണ് കമ്പനിക്കാർ പറയുന്നത്. എന്നാലും പോയിട്ട് നമുക്കൊരു 400 വാട്ട് RMS നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെന്തായാലും വീട്ടിലെന്തായാലും 400 വാട്ട് ലെഫ്റ്റ് റൈറ്റ് സ്റ്റീരിയോ ചാനലിന് ഉപയോഗിക്കാനായിട്ട് പോകുന്നില്ല. കാര്യം അത്രയും ആവശ്യമില്ല. പിന്നെ വരുന്നത് സബ് വൂഫറിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സബ് വൂഫർ ബോർഡ് എന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കിനി ഇത് ചാനലിന് വേണമെങ്കിൽ ഉപയോഗിക്കാം, പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഫിൽറ്റർ കൊടുക്കാതെ വർക്ക് ചെയ്യിപ്പിച്ച് നമുക്ക് ചാനലിന് വേണ്ടി ഇത് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ഇത് ഉപയോഗിക്കാൻ പോകുന്നത് ഒരു 2 ബോർഡ് ഉപയോഗിക്കാൻ പോകുന്നത് ഒരു സബ് വൂഫർ ആമ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 2 ചാനലുകളുള്ള ഒരു സബ് വൂഫറിൻ്റെ ആമ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബോർഡ് ഇവിടെ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ബോർഡിനെ കുറിച്ച് വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 5200 4 പെയറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 5200 1943 ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മൊത്തം 8 ട്രാൻസിസ്റ്ററാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബോർഡിൻ്റെ കമ്പോണൻസ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് കമ്പോണൻസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഉപയോഗിച്ചിട്ടുള്ള കമ്പോണൻസ് ഒക്കെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നോൺ പോളർ കപ്പാസിറ്ററൊക്കെ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മനസ്സിലാവും, നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സാംബയുടെ കപ്പാസിറ്റർ, ഇവിടെ 2 കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. 100 വോൾട്ട് 4700 UFൻ്റെ 100 വോൾട്ട് കപ്പാസിറ്റർ പവർ സപ്ലൈ സെക്ഷനിൽ തന്നെ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ഫീസ് ബോക്സ്, ഈ കാണുന്നത് ഇവിടെ ഒരു ഫീസ് ബോക്സും വരുന്നുണ്ട്, ഇവിടെ ഒരു ഫീസ് ബോക്സ് വരുന്നുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് സൈഡിൽ 2 ഫീസ് ബോക്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിനകത്ത് ഒരു 10 ആമ്പിയറിൻ്റെ 2 ഫീസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാര്യം ഇത്രയും ട്രാൻസിസ്റ്റർ നിരത്തി ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഞാൻ 10 ആമ്പിയർ എന്ന് പറഞ്ഞത്. ഓക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4793 1837 ഡ്രൈവർ ട്രാൻസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് ഡ്രൈവറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ നല്ല കമ്പനി ട്രാൻസിസ്റ്റർ, അതായത് ഒറിജിനൽ ട്രാൻസിസ്റ്റർ തന്നെയാണ് ഇവിടെ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് പുറകെ സൈഡ് നോക്കാം. ഇതിപ്പോൾ എനിക്കിങ്ങനെ വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് സിയാദട്ടൻ എസ് ഡി ഓഡിയോ ടെക്കിലെ ചേട്ടൻ ഈ ഒരു രീതിയിൽ എനിക്ക് ബോർഡ് റെഡിയാക്കി തന്നത്. കാര്യം ബെഡ് ടൈപ്പിൽ വേണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. ഇതാണ് ബോർഡിൻ്റെ പുറകു വശം. നല്ല ക്വാളിറ്റിയുള്ള ട്രാൻസിസ്റ്ററാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള ട്രാൻസിസ്റ്റർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ട്രാൻസിസ്റ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. തോഷിബ ഇപ്പോൾ ഒറിജിനൽ ട്രാൻസിസ്റ്റർ ഇറക്കുന്നില്ല, ഇപ്പോഴല്ല, കുറേ നാളെ അവർ നിർത്തിയിട്ട്. പക്ഷേ നമുക്കിപ്പോൾ കിട്ടുന്നത് അത്യാവശ്യം ക്വാളിറ്റി കുറഞ്ഞതും ക്വാളിറ്റി കൂടിയതുമായിട്ടുള്ള പല കമ്പനികൾ ഇറക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഡിഫ്യൂസ്ഡായിട്ട് വരുന്ന ട്രാൻസിസ്റ്റർ തന്നെ ആവണം. 5200 നിങ്ങൾക്കിവിടെ കാണുമ്പോൾ അറിയാം, 5200 1943 ആണ് ഇവിടെ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. മൊത്തം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 8 ട്രാൻസിസ്റ്റർ ഈ ഒരു സർക്യൂട്ടിൽ വരുന്നുണ്ട്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഈ തോഷിബയുടെ 2SA 1943 415 സീരീസും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള 5200 245 സീരീസുമാണ്. അത്യാവശ്യം വലിയ തരക്കേടില്ലാത്ത ക്വാളിറ്റിയിലുള്ള ട്രാൻസിസ്റ്റേഴ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പുറകുവശം കാണുമ്പോൾ തന്നെ അറിയാം, വെറും ചാത്തനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറകുവശം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് അത്യാവശ്യം നല്ല ട്രാൻസിസ്റ്റർ തന്നെയാണ്. കാര്യം നമുക്ക് ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 AC സപ്ലൈ ആണ് നമ്മളിവിടെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ടുള്ളത്. അപ്പോൾ ചാത്തൻ ട്രാൻസിസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു വോൾട്ട് കൊടുക്കുമ്പോൾ തന്നെ ട്രാൻസിസ്റ്റർ കുറച്ച് സമയം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കത്തിപ്പോവും. അപ്പോൾ അങ്ങനെ
വളരെ ക്വാളിറ്റി കുറഞ്ഞ ട്രാൻസിസ്റ്റർ എസ് ഡി ഓഡിയോടൊക്കെ പൊതുവേ യൂസ് ചെയ്യാറില്ല. അവർ നല്ല ക്വാളിറ്റിയുള്ള ട്രാൻസിസ്റ്റർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ അവരെ പല ബോർഡുകളും കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെ അവർ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വിലയുണ്ട്. ഈ ഒരു ബോർഡിൻ്റെ ഏകദേശം വില വന്നിട്ട് ഒരു ഹീറ്റ് സിങ്ക് എല്ലാം കൂടെയൊക്കെ ചേർന്ന് വരുന്ന സമയത്ത് 2500 2400 ആ റേഞ്ചിനകത്തൊക്കെയാണ് ഒരു ബോർഡിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഹീറ്റ് സിങ്ക് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് ഇപ്പോൾ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് സിങ്ക് കിട്ടും, ഹീറ്റ് സിങ്ക് ഇല്ലാതെയും കിട്ടും. ഇപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ ട്രാൻസിസ്റ്റർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതേ സെയിം ബോർഡിൻ്റെ വേറെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നേരെ തിരിച്ചിട്ടായിരിക്കും ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കിയിട്ടായിരിക്കും ട്രാൻസിസ്റ്റർ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വേണ്ടിയിട്ട് പുള്ളി ചെയ്തു തന്നതാണ് ഇങ്ങനെ. കാര്യം എനിക്കൊരു ആമ്പിൻ്റെ വർക്കുണ്ട്, അതിനകത്ത് ഈ ഒരു രീതിയിലേ വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഹീറ്റ് സിങ്കിലേക്ക് പോവാം. നിങ്ങൾക്കിത് ആവശ്യമാണ്, അതായത് നിങ്ങളുടെ ഈ ഒരു ബോർഡ് വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഹീറ്റ് സിങ്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പുള്ളി ഹീറ്റ് സിങ്ക് കൂടെ ഇതിൽ ആഡ് ചെയ്ത് തരും. ഇല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് വേറെ ഹീറ്റ് സിങ്ക് വാങ്ങേണ്ടി വരും. അപ്പോൾ വില അതിനനുസരിച്ച് വ്യത്യാസം വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൽ അപ്പോൾ ഈ ഒരു ഹീറ്റ് സിങ്കിൽ നമ്മുടെ ട്രാൻസിസ്റ്റർ ഈ രീതിയിലാണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോർഡ് ഈ ഒരു രീതിയിലാണ് വരുന്നത്. നമ്മുടെ കുമാർ ആഡിയോയുടെ തണ്ടർ ഈ ഒരു രീതിയിലാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഷാനിൻ്റെ ഒരു ബോർഡുണ്ട്, അപ്പോൾ ബിസ്മി ബോർഡുണ്ട്. അപ്പോൾ അതൊക്കെ അവർ ഈ ഒരു രീതിയിലാണ് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ബോർഡും ആ രീതിയിൽ തന്നെയാണ് ഞാനിത് പിടിപ്പിക്കാനായിട്ട് പോകുന്നത്. പിന്നെ അത്യാവശ്യം നല്ല ഹീറ്റ് ആവും, ഈ ഒരു ബോർഡ് നല്ല ഹീറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാൻ നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഫാൻ അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ബോർഡ് ഈ ഒരു രീതിയിലാണ് പിടിപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു രീതിയിലായിരിക്കും ഞാൻ പിടിപ്പിക്കുന്നത് ക്യാബിനുള്ളിൽ. അപ്പോൾ ഞാൻ എന്തായാലും ഉറപ്പായിട്ട് അതിനകത്ത് ഫാന് വയ്ക്കുന്നതാണ്. കാര്യം സബ്വൂഫർ ആമ്പിന് ഫാൻ വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ NDC വെച്ചിട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് സ്പീഡ് കൺട്രോൾ, അതായത് ഹീറ്റ് ആവുന്നതിനനുസരിച്ച് ഫാൻ കറങ്ങുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ PWM വച്ചിട്ട് ഫാൻ കറക്കുന്ന ചില രീതികളുണ്ട്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. എന്നാലും അത് ഓരോ ആൾക്കാരുടെ കയ്യിലുള്ള ക്യാഷിനനുസരിച്ചിരിക്കും ആ ഒരു കൂളിംഗ് സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ എന്തായാലും ഒരു ഓട്ടോമാറ്റിക് ഫാൻ കൺട്രോൾ നമ്മൾ വച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫാനിൻ്റെ ആ ഒരു കറങ്ങുന്ന സ്പീഡ് ഒന്ന് കുറച്ചിട്ട് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന രീതിയിലും ചിലപ്പോൾ ഞാൻ ഫാൻ ആഡ് ചെയ്തെന്നിരിക്കും. അപ്പോൾ അതെന്തായാലും നോക്കട്ടെ അത് ഏത് രീതിയിൽ വേണമെന്നുള്ളത്. കാര്യം ഇത് ചെയ്യുന്നത് നമ്മുടെ വേണ്ടപ്പെട്ട ചേട്ടന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചേട്ടൻ ഈ ആമ്പിനെ കുറിച്ചൊക്കെ നല്ല സർക്യൂട്ട് ലെവലിലും സർക്യൂട്ട് ഡിസൈനിങ് എല്ലാം നല്ല അറിയാമെന്നുള്ളൊരു ചേട്ടനാണ്. പക്ഷേ പുള്ളിക്കാരന് ആമ്പ് ചെയ്യാനായിട്ടുള്ള സമയമില്ല, അതുകൊണ്ടാണ് ഈ വർക്ക് എന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ പുള്ളിയുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ആ ഒരു രീതിയിലായിരിക്കും ഇതിനകത്തുള്ള കൂളിംഗ് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. എന്തായാലും അത്യാവശ്യം നല്ല ഹീറ്റ് ആവുന്ന ബോർഡ് തന്നെയാണ്. പിന്നെ പവർ സൈഡിൽ ഇവിടെ ഒരു LED കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഗ്രീൻ കളർ LED ആമ്പ് ബോർഡ് ഓൺ ആണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രീൻ കളർ LED ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഒരു ബോർഡ് തന്നെയാണ് ഈ SD ഓഡിയോ ടെക്കിൻ്റെ. അപ്പോൾ വരുന്ന വീഡിയോകളിൽ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന വീഡിയോകളിൽ ഇതിൻ്റെയൊക്കെ വർക്ക് ഈ ആംപ്ലിഫയറിൻ്റെയൊക്കെ വർക്ക് നമ്മൾ ചെയ്യുന്നത് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വയ്ക്കാനായിട്ട് മറക്കണ്ട. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും ഇതുവരെയൊക്കെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ചേട്ടന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീണ്ടും വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ബോർഡിൽ നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന വോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 45 AC സപ്ലൈ ആണ്. ഒരു 8 ആമ്പിയർ നമ്മൾ കൊടുക്കണം. 8 ആമ്പിയറോ 10 ആമ്പിയറോ ഒക്കെ നമുക്കിതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ആമ്പിയർ കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പറയുന്ന ഒരു പ്രശ്നമാണ്, ആമ്പ് ചെയ്തിട്ട് ഹൂഫർ വർക്കാവുന്ന സമയത്ത് അത് പതറിപ്പോകുന്നു എന്ന്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് ആമ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ആർക്കും പൈസ മുടക്കി ചെയ്യാൻ താല്പര്യമില്ല. പൈസ മുടക്കി ചെയ്താൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു ആമ്പ് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. കാര്യം ട്രാൻസ്ഫോമർ നല്ല ആമ്പിയർ വേണം, കറക്റ്റ് വോൾട്ട് വേണം, നല്ല ആമ്പിയർ വേണം, നല്ല ട്രാൻസ്ഫോമർ വേണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ കപ്പാസിറ്റർ, നല്ല രീതിയിലുള്ള നല്ല വിലയുള്ള കപ്പാസിറ്റർ നമുക്കവിടെ ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ 10,000 UF-ൻ്റെ 5ഉം 10ഉം കപ്പാസിറ്ററൊന്നും വേണ്ട. 6400 UF-ൻ്റെ ഒരു 4 കപ്പാസിറ്റർ, 100 വോൾട്ടിൻ്റെ ഒരു 4 കപ്പാസിറ്റർ ഈ സർക്യൂട്ടിൽ ആഡ് ചെയ്ത് വളരെ മാന്യമായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല പവർ സപ്ലൈ, ഇപ്പോൾ ആമ്പ് ഏതോ അതൊക്കെ ഓക്കെ, പക്ഷെ നല്ല പവർ സപ്ലൈ എപ്പോഴും നമ്മൾ നല്ല ട്രാൻസ്ഫോമറും നല്ല കപ്പാസിറ്ററൊക്കെ ഇട്ടിട്ട് നല്ലൊരു പവർ സപ്ലൈ നമുക്ക് അതാണ് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആംപ്ലിഫയറൊക്കെ വരേണ്ടത്.
അപ്പോൾ അങ്ങനെ നല്ലൊരു പവർ സപ്ലൈ കൊടുത്താൽ മാത്രമേ നിങ്ങൾ ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് കറക്റ്റ് നല്ല രീതിയിൽ അത് വർക്ക് ചെയ്യുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പതറും, അത് ഉറപ്പായിട്ടും പതറും. കൂടാതെ തന്നെ നല്ല രീതിയിലുള്ളൊരു കുറവ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കുറ്റം പറയുകയാണ്. വേറൊന്നുമല്ല, ഈ ഒരു ആമ്പിൻ്റെ പവർ സപ്ലൈ നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ട സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെഗറ്റീവ് സൈഡ്, ഇത് പോസിറ്റീവ് സൈഡ് ആണ്. ഇവിടെ ഗ്രൗണ്ടാണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൽ കണ്ടുപിടിച്ചൊരു കുറ്റം വേറെ ഒന്നുമല്ല. ഞാൻ ഒരിക്കലും കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു കുറ്റം പറയണമല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇതെല്ലാം കൂടെ ഒരു കണക്ടർ ഇട്ട് ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. കാര്യം നമുക്കത് വളരെ ഈസി ആയിട്ട് വയർ കൊടുത്തിട്ട്, ഇപ്പോൾ ഓഡിയോ ഇൻപുട്ട് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ നമുക്കൊരു പവർ സെക്ഷൻ ഈ സൈഡിലും ഒക്കെ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ, സ്പീക്കർ ഔട്ട് ഈ സൈഡിൽ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാമായിരുന്നു. മറ്റേത് ഇവിടെ നമുക്ക് അടിയിൽ സോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ സിയാദേട്ടൻ വീഡിയോ കാണുന്നു എന്നുണ്ടെങ്കിൽ അടുത്ത് ഇനി ചെയ്യുന്ന ബോർഡുകൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ കണക്റ്റേഴ്സൊക്കെ ഇട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കൊടുക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയും കൂടെ ഞാനിവിടെ അറിയിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ബോർഡിൻ്റെ പെർഫോമൻസ് അത് വേറെ ലെവലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോർഡ് ഇതിന് മുമ്പ്, ഇപ്പോൾ ഞാൻ ഈ ബോർഡ് വർക്ക് ചെയ്യിപ്പിച്ചില്ല, കാര്യം ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിന് മുമ്പ് ഞാൻ ഈ ഒരു ബോർഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഈ ഒരു ബോർഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഈ ബോർഡ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളതും വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയിട്ടുള്ളതാണ്. വളരെ നല്ലൊരു പെർഫോമൻസ് ആണ്. കൂടാതെ തന്നെ ഞാനൊരു ബോർഡ് റിവ്യൂ ചെയ്യുന്ന സമയത്ത് അത് വെറുതെ റിവ്യൂ ചെയ്യാറില്ല. അത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിക്കും ഇതെങ്ങനെയാണ്. ഞാൻ മാത്രമല്ലല്ലോ, ഞാൻ മാത്രം ടെസ്റ്റ് ചെയ്തിട്ടൊരു റിവ്യൂ പറയുന്നത് ശരിയല്ല. അപ്പോൾ 2-3 ആൾക്കാരുടെ റിവ്യൂയും കൂടെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയത് എങ്ങനെയാണ് ബോർഡ് നിങ്ങൾ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നല്ലതാണോ, പെർഫോമൻസ് ഉണ്ടോ, കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോർഡിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഒരു ചേട്ടൻ, മനോജ് എന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ പാറശാലയ്ക്ക് അടുത്തുള്ളൊരു ചേട്ടനാണ്. ആ പുള്ളിയെ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബോർഡാണ്, നല്ല പെർഫോമൻസ് ആണ്, കംപ്ലൈൻറ്റ് വളരെ കുറഞ്ഞ ഒരു ബോർഡാണ്, പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് വരാത്ത രീതിയിലുള്ളൊരു ബോർഡ് തന്നെയാണ്. അഥവാ ഇനി ഇതിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ SD ഓഡിയോ ടെക് സിയാദേട്ടൻ തന്നെ ഇത് നിങ്ങൾക്ക് സർവീസ് ചെയ്ത് തരുന്നു എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. വളരെ കുറച്ച് കമ്പോണൻസാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ കംപ്ലൈൻറ്റ് വന്നാലും നിങ്ങൾക്ക് ഇപ്പോൾ ടെക്നീഷ്യന്മാർക്കൊക്കെ ആണെങ്കിൽ അവർക്ക് നന്നാക്കി എടുക്കാൻ പറ്റും. അല്ലാതെ നോർമലി സാധാരണ ആൾക്കാർ വാങ്ങുന്ന ആൾക്കാർക്ക് ഇത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ആയി വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് കംപ്ലൈൻറ്റ് തീർത്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബോർഡ് വരുന്നത്. പിന്നെ അധികം കംപ്ലൈൻറ്റ് ഇല്ലാത്ത ഒരു ബോർഡ് തന്നെയാണ് ഈ ഒരു ബോർഡ്. അപ്പോൾ 2-3 ആൾക്കാരുടെ ഇത് പവർ ആമ്പുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരുടെ അടുത്തൊക്കെ സംസാരിച്ചപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ വളരെ കംപ്ലൈൻറ്റ് കുറഞ്ഞിട്ടുള്ളതും ഈ ബോർഡ് ഇറക്കിയിട്ട് തന്നെ കുറച്ച് നാളുകളായി. അപ്പോൾ അതുതന്നെ ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ സിയാദേട്ടൻ്റെ തന്നെ ചോദിച്ചു, ചേട്ടാ ഈ ബോർഡ് എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ സിയാദേട്ടൻ തന്നെ പറഞ്ഞു, ചേട്ടാ ഒരുപാട് ആൾക്കാർ വാങ്ങിയതാണ്, കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തൊരു ബോർഡ് തന്നെയാണ്, നീ ഇത് വാങ്ങി, ഈ ബോർഡ് നല്ലതാണെന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ SD ഓഡിയോ ടെക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോർഡുകൾ ഞാൻ നോക്കിയെടുത്തോളം വളരെ നോയ്സ് കുറവാണ്. ഞാൻ ഒരു അപ്പെക്സിൻ്റെ സർക്യൂട്ടിൽ ഒരു ബോർഡ് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബോർഡ് അങ്ങനെയാണ്, ഓണാക്കി നിർത്തിയാൽ അത് ഓൺ ആണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ അത്രയും നോയ്സ് കുറഞ്ഞ ഒരു ബോർഡ് തന്നെയാണ്. SD ഓഡിയോയുടെ ആ ഒരു സർക്യൂട്ട് ഡിസൈനിങ് ഒക്കെ നല്ല രീതിയിലുള്ള ഡിസൈനിങ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സമയമായി. ഒരുപാട് ലോങ് ആയ ഈ ഒരു വീഡിയോ ഒരുപാട് ലോങ് ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ബൈ. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ ബോർഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും SD ഓഡിയോയിൽ. നിങ്ങൾക്ക് അവരിന്ന് ഡയറക്റ്റ് വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ബൈ.